ഇല്ലേ മലബാറിലൂടെ പ്രത്യേകിച്ച് തലശ്ശേരിയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മാളിയേക്കൽ തറവാടിൽ കയറാതെ പോകാൻ കഴിയില്ല. ചരിത്രത്തിൽ ഇടം പിടിച്ചൊരു തറവാട് കൂടിയാണ്. പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യം ഇത്തവണയും ടീച്ചർ വന്നിരുന്നു. ടീച്ചറിന്റെ പാട്ടും പാടിയാണ് പതിവ് പോലെ സ്വീകരിച്ചത്. ഇത്തവണ പാട്ട് പാടി ടീച്ചറെ ജയിപ്പിക്കാൻ ഉറച്ചിട്ട് തന്നെയാണ് അവരുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ പാട്ടും പാടി ടീച്ചർ ജയിക്കുമ്പോൾ വടകരയും എന്നാലും നമ്മൾ വന്നത് വെറുതെ ആയില്ല. എല്ലാവരും ഉണ്ട്. അവരിങ്ങനെ മ്യൂസിക് തന്നെയാണ്. അതെ അതെ. ഞങ്ങൾ വോട്ട് ഓൺ വീൽസ് പരിപാടി ഇങ്ങനെ ഇലക്ഷൻ പ്രോഗ്രാമായിട്ട് ഇറങ്ങിയതാണ്. തലശ്ശേരി വരുമ്പോൾ നിങ്ങളെ കാണാതെ പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നു. സന്തോഷം, എല്ലാവരും വളരെ ഉഷാറായിരിക്കുന്നു. എങ്ങനെ പോകുന്നു ഇലക്ഷനൊക്കെ? ഇലക്ഷൻ വളരെ ഗംഭീരമായിട്ട് പോകുന്നു. എല്ലാവരും പ്രചരണ രംഗത്താണ്, സജീവമായ പ്രചരണ രംഗത്താണ് എല്ലാവരും ഉള്ളത്. ഉഷാറാണപ്പോൾ? ഗംഭീരം. എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ എന്താ പറയാനുള്ള എല്ലാവർക്കും? ടീച്ചറെ നമ്മൾ വിജയിപ്പിച്ചിട്ടേ വിടുള്ളൂ. ഞാൻ നേരത്തെ ഒരു വീഡിയോ കണ്ടിരുന്നു, ടീച്ചർ വന്നപ്പോ പാട്ടുപാടി സ്വീകരിക്കുന്നത്. പാട്ടും പാടി ജയിക്കുന്നാണ് പറയുന്നത്. തീർച്ചയായും തീർച്ചയായും ടീച്ചറെ പുഷ്പം പോലെ ജയിക്കും. ആണല്ലേ? എന്താ ചേച്ചി പറയാനുള്ളത്? നമ്മൾ ജയിപ്പിക്കും. ടീച്ചറെ ഇപ്പം വൈകുന്നേരം വരെ ടീച്ചർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടേ ഞാൻ വരുന്നത്. ആണല്ലേ? എങ്ങനെയുണ്ട് നാട്ടുകാരുടെ റെസ്പോൺസ്? നല്ല റെസ്പോൺസാ. ഷാഫി വന്നൊരു വിഷയമല്ല. ഏയ് ഷാഫി എന്ത്, ഒന്നുമല്ല. എന്താ ഇവിടുന്നോ വന്ന ഒരാള് ഇവിടെ വന്നിട്ട് ഇതാക്കുന്നോണ്ട് പിന്നെ അതൊന്നും ഒരു നമ്മളെ തലശ്ശേരിക്കാർക്ക് ഒരു ബാധകയല്ല. ടീച്ചർ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. പിന്നെ കൊറോണ സമയത്ത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറെ ഉപകാരം ചെയ്ത ടീച്ചറാണ്. മറക്കാൻ കഴിയില്ല നമുക്ക് ടീച്ചറാ. അത്രക്കും ഉപകാരം ചെയ്തിന്, പറയാനാവാത്ത അത്ര ഉപകാരം. ടീച്ചർ എന്നല്ല, ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷമാണ് വരേണ്ടതെന്ന് എല്ലാവർക്കും ഈ ജനങ്ങളെ മൊത്തത്തിൽ ആഗ്രഹം കേരളത്തിൽ ഇടതുപക്ഷം വരണം. നമ്മൾ കണ്ടിരുന്നല്ലോ പഴയ MP-മാർ കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തത്. ഇപ്പോൾ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. ഇവിടുന്ന് പോയ എല്ലാ MP-മാരും കേരളത്തിനെതിരെ ഒരു ശബ്ദമുയർത്താനോ ഒന്നിനും ഇല്ലാതെ വെറുതെ കേരളത്തിന് വിമർശിക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ അത്തരത്തിൽ ജനങ്ങൾ കണ്ടതാണ്. അപ്പോൾ ടീച്ചർ എന്നല്ല ആര് നിന്നാലും കേരളം ഒട്ടാകെ ഇടതുപക്ഷം മാത്രമേ വിജയിക്കൂ. ടീച്ചറെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ടിയില്ല. ഓരോ കുട്ടികൾക്കും അറിയാം, ചെറിയ കുട്ടികൾക്ക് മക്കൾക്ക് വരെ അറിയാം ടീച്ചറെ പറ്റിയിട്ടില്ല. വളരുന്ന കുട്ടികൾക്ക് പോലും അതിനെപ്പറ്റി അറിയാം, ടീച്ചർ ചെയ്ത ഓരോ കാരുണ്യ പ്രവർത്തനവും ഇതുമല്ലോ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഇത് എന്താ പറയുക, അഡ്വർടൈസ്മെൻ്റ് ഒന്നും വേണ്ടി വരില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ ഈ പിണറായി ഗവൺമെൻറ് ഉള്ളിടത്തോളം കാലം നമ്മൾ സുരക്ഷിതരായിരിക്കും എന്നുള്ളൊരു ബോധം നമുക്ക് വന്നിട്ടുണ്ട്. വളരെ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞു വന്നിട്ടുണ്ട്. അത് എല്ലാ കാലങ്ങളിലും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് നമ്മളെ തലശ്ശേരിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ തലശ്ശേരി ലഹള വന്ന സമയത്തും നമ്മുടെ പിന്നെ ഗവൺമെൻറ്റാണ് അതിനെ ഇവിടെ നല്ല രീതിയിൽ അതിനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള ഇതെല്ലാം നിന്ന് രണ്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളെയും സംരക്ഷണം നൽകിയത് പിണറായിയുടെ നേതൃത്വത്തിൽ. ഈ വീട്ടിൽ ഏറ്റവും സുരക്ഷിതമായിരുന്ന പ്രദേശമാണിത്. കാരണം പാർട്ടി ഓഫീസ് ഇവിടെയാണ്.